ഇതാണ് നമ്മുടെ ആൽബിനോ സ്പോട്ടഡ് കാറ്റ് ഫിഷുകൾ കിടക്കുന്ന ടാങ്ക്. ഇത് നമ്മളൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്താണ് ആൽബിനോ കാറ്റ് ഫിഷുകൾ, സ്പോട്ടഡ് കാറ്റ് ഫിഷുകൾ, നമ്മുടെ വൈറ്റ് ഷാർക്കുകൾ, അതായത് ഇറിഡിസൺ ഷാർക്ക് അല്ലെങ്കിൽ ആസാം വാള എന്നൊക്കെ പറയുന്നത്, അത് 2 എണ്ണം കിടക്കുന്നുണ്ട് ഇതിനകത്ത്. ആൽബിനോ കാറ്റ് ഫിഷുകളും സ്പോട്ടഡ് കാറ്റ് ഫിഷുകളും കൂടിയിട്ട് ടോട്ടൽ ഒരു 6 എണ്ണം കിടക്കുന്നുണ്ട്. അതുകൂടാതെ 6 ആൽബിനോ കോമൺ പ്ലക്കോ അല്ലെങ്കിൽ ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഫീഡ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. കാരണം കുറച്ച് ദിവസം മുമ്പ് നമുക്ക് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഇവരെ കാണിക്കുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം ആൽഗെ വാട്ടർ ആണ്, ഇങ്ങനെ പച്ച കളറിൽ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇവരെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റില്ല. പക്ഷേ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഇവർ മുകളിലേക്ക് വരും. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആൽബിനോ കാറ്റ് ഫിഷുകളും സ്പോട്ടഡ് കാറ്റ് ഫിഷുകളൊക്കെ അത്യാവശ്യം സൈസ് ആയിട്ടുണ്ട്. ചിലത് ചെറിയ സൈസാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടബ്ബുകളൊക്കെ കാലിയാക്കേണ്ടി വന്നപ്പോൾ കുറച്ച് ചെറുതുകളെ നമ്മൾ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ അധികം സൈസ് വെച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു 1-2 എണ്ണം. കാരണം അങ്ങനെ വലിപ്പച്ചെറുപ്പം വന്നു കഴിഞ്ഞാൽ ചെറിയ സൈസ് അങ്ങനെ പെട്ടെന്ന് സൈസ് ആവില്ല. വലുത് തന്നെയായിരിക്കും കൂടുതൽ വലിയ സൈസിലേക്ക് വരുന്നത്. ഇതിലെ സ്പോട്ടഡ് കാറ്റ് ഫിഷുകൾ 3 എണ്ണം അത്യാവശ്യം സൈസ് ഉള്ളതാണ്. 1 ഫീറ്റ് ആ ഒരു സൈസ് വരുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തടിച്ച് മുഴുത്തിട്ടുണ്ട് ഫുഡൊക്കെ അടിച്ചിട്ട്. പിന്നെ ആൽബിനോ കാറ്റ് ഫിഷുകളാണെന്നുണ്ടെങ്കിൽ അതിൽ 2 എണ്ണം വലുതാണ്, 1 എണ്ണം കുറച്ച് ചെറുതാണ്. പിന്നെ ഇവരുടെ ഒപ്പം നമ്മൾ ആ സെയിം ടൈമിൽ തന്നെ ആഡ് ചെയ്ത് കൊടുത്തതാണ് നമ്മുടെ ഗോൾഡൻ സക്കർ അല്ലെങ്കിൽ ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകൾ. അപ്പോൾ അവരും അത്യാവശ്യം സൈസ് ആയിട്ടുണ്ട്. അവർക്ക് സെപ്പറേറ്റ് ഫുഡൊന്നും പിന്നെ നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല. ഇവർക്ക് കൊടുക്കുന്ന ഈ പെല്ലറ്റ് തന്നെയാണ് ഈ ആൽബിനോ സക്കറൊക്കെ വന്ന് കഴിക്കുന്നത്. അവർക്ക് പിന്നെ ആൽഗയുണ്ട് സെപ്പറേറ്റ് ഇതിനകത്ത് കഴിക്കാനായിട്ട്. പിന്നെ നമ്മുടെ ആൽബിനോ കാറ്റ് ഫിഷുകളും സ്പോട്ടഡ് കാറ്റ് ഫിഷുകളും ഈ വാളകളൊക്കെ ഈ സെയിം പെല്ലറ്റ് ഫുഡ് തന്നെയാണ് കഴിക്കുന്നത്. ഇടയ്ക്കൊക്കെ നമ്മൾ ചിക്കൻ കൊണ്ട് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അവർ കഴിക്കാറുണ്ട്. പിന്നെ നമ്മൾ അവസാനമായിട്ട് ആഡ് ചെയ്തതാണ് ഈ 2 വാളകൾ, അതായത് ആസാം വാളകളെ. അപ്പോൾ അവർ സ്ലോ ആയിട്ടാണ് വലുതാവുന്നത്, എങ്കിലും വലുതാവുന്നുണ്ട്. അവർ ആ സെയിം സൈസിൽ തന്നെ നിൽക്കുകയല്ല, വലുതാവുന്നുണ്ട്, പക്ഷേ സ്ലോ ഗ്രോത്ത് ആണ്. ഈ വൈറ്റ് ഷാർക്കുകൾ അത്യാവശ്യം സൈസ് വെക്കണമെന്നുണ്ടെങ്കിൽ ടാങ്കിന് നല്ല സ്പേസ് വേണം. സ്പേസ് കുറയുന്നതിനനുസരിച്ച് അവർ സ്ലോ ഗ്രോത്ത് ആയിരിക്കും. പിന്നെ ഈ പെല്ലറ്റ് ഫീഡിങ് അല്ലാതെ നമ്മൾ നോൺ വെജ് ഫുഡ് റെഗുലറായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇവർ ഗ്രോത്ത് വയ്ക്കും. പക്ഷേ നോൺ വെജ് ഒന്നും അങ്ങനെ നമ്മൾ റെഗുലറായിട്ട് കൊടുക്കാറില്ല. പെല്ലറ്റ് തന്നെയാണ് റെഗുലറായിട്ട് കൊടുക്കുന്നത്. ഈ നോൺ വെജ് ഒക്കെ നമ്മൾ ഒക്കേഷണൽ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇത് മഴവെള്ളം ഡയറക്റ്റ് വീഴുന്ന ടാങ്കാണ്. എക്സസ് ആയിട്ടുള്ള വെള്ളം ഓവർഫ്ലോ വഴി പുറത്തേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട് നമുക്കിപ്പോൾ മുമ്പത്തെ പോലെ വാട്ടർ ചേഞ്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഈ മഴക്കാലത്ത്. പിന്നെ ഈ മീനുകളെല്ലാം മഴവെള്ളം ടാങ്കിൽ വീണാലും പ്രശ്നമില്ലാത്ത മീനുകളാണ്.